السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ റസൂലാണ്, അവസാനത്തെ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനി ഒരു നബിയോ റസൂലോ വരാനില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു നബി വരാനുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അത് കുഫ്റാൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താൻ. സൂറത്തുൽ അഹ്സാബ് ഖുർആനിലെ 33-ാമത്തെ അധ്യായം 40-ാമത്തെ വചനം അള്ളാഹു പറയുകയാണ്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു പുരുഷൻ്റെയും പിതാവല്ല. വലാകിൻ റസൂൽ അല്ലാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ്. വഖാതമൻ നബിയീൻ, അന്ത്യപ്രവാചകനാണ്, അവസാനത്തെ നബിയാണ്. ഇനി നബിക്ക് ശേഷം ഒരു നബി വരാനില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൗ കാന ബഅദി നബിയ്യ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു നബി വരാനുണ്ടായിരുന്നുവെങ്കിൽ അത് ഉമറാകുമായിരുന്നു റളിയല്ലാഹു അൻഹു. എന്നാൽ ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു നബി വരാനില്ല. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നബിക്ക് ശേഷം ഒരു നബി വരാനുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അത് ഖുർആനിനെതിരാണ്, സുന്നത്തിനെതിരാണ്, അത് കുഫ്റാൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ഖാതമുൻ നബിയിൻ്റെ നുബുവത്തിൻ്റെ കാലഘട്ടം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റും. നുബുവത്തിൻ്റെ കാലഘട്ടം 23 വർഷങ്ങളാണ്. ഒന്ന് മക്കി കാലഘട്ടമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മനാടായ മക്കയിൽ കഴിച്ചുകൂട്ടിയ കാലം, അത് ഏകദേശം 13 വർഷങ്ങളാണ്. രണ്ടാമത്തത് മദനി കാലഘട്ടമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷമുള്ള കാലം, അത് പൂർണ്ണമായ 10 വർഷങ്ങളാണ്. ഇങ്ങനെയാണ് നുബൂവത്തിൻ്റെ 23 വർഷങ്ങൾ. ഇവിടെ മക്കിയായ കാലഘട്ടത്തെ ഇനിയും നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഷെയ്ഖ് സഫിയുർ റഹ്മാൻ മുബാറക് പൂരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥത്തിൽ അർ റഹീഖുൽ മഖ്തൂം, അതിൽ മക്കാ ജീവിത കാലഘട്ടത്തെ, നബിയായതിനു ശേഷമുള്ള മക്കാ ജീവിത കാലഘട്ടത്തെ അദ്ദേഹം 3ആയിട്ട് വേർതിരിക്കുന്നുണ്ട്. ഒന്ന് രഹസ്യ പ്രബോധനത്തിൻ്റെ കാലമാണ്, അത് 3 വർഷങ്ങളാണ്, നുബുവത്തിൻ്റെ ആദ്യത്തെ 3 വർഷങ്ങൾ. രണ്ടാമത്തത് പരസ്യ പ്രബോധനത്തിൻ്റെ കാലമാണ്, അത് നുബുവത്തിൻ്റെ 4-ാം വർഷം മുതൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് വരെയുള്ള സമയമാണ്. മൂന്നാമത്തേത് ഇസ്ലാമിൻ്റെ സന്ദേശം അത് മക്കൾക്ക് പുറത്തേക്ക് പ്രചരിച്ച കാലമാണ്. മക്കൾക്ക് പുറത്തേക്കും ഇസ്ലാമിൻ്റെ ദഅവത്ത് എത്തിയ കാലം, അത് നുബുവത്തിൻ്റെ 10-ാം വർഷത്തിൻ്റെ അവസാന സമയങ്ങൾ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലുള്ള നുബുവത്തിൻ്റെ കാലഘട്ടത്തെ 3ആയിട്ട് വേർതിരിക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ കാലഘട്ടം 23 വർഷങ്ങളാണ്. 13 വർഷങ്ങൾ മക്കയിൽ, 10 വർഷങ്ങൾ മദീനയിൽ. അതിൽ മക്കയിലെ ആദ്യത്തെ 3 വർഷങ്ങൾ രഹസ്യ പ്രബോധനത്തിൻ്റെ കാലമാണ്. നുബുവത്തിൻ്റെ 4-ാമത്തെ വർഷം മുതൽ മദീനയിലേക്കുള്ള ഹിജറ വരെയുള്ള സമയം പരസ്യ പ്രബോധനത്തിൻ്റെ സമയമാണ്. അതിൽ തന്നെ നുബുവത്തിൻ്റെ 10-ാം വർഷത്തിൻ്റെ അവസാന ഭാഗങ്ങൾ മക്കൾക്ക് പുറത്തേക്കു കൂടി ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിച്ച കാലമാണ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ നുബുവത്തിൻ്റെ ചരിത്രവും വഹയിൻ്റെ തുടക്കവും പ്രബോധന
ചരിത്രവുമൊക്കെയാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്, പറയാനുള്ളത്. അതിനു മുമ്പ് ഈ ഒരു ആമുഖം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അല്ലാഹുവേ, നിൻ്റെ നബിയുടെ ജീവിതം കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.